ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമം സംഘടിപ്പിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗാന്ധിയെ ഓർക്കാം, കേരളത്തെ കാക്കാം എന്ന മുദ്രാവാക്യമുയർത്തി വർഗീയതയ്ക്കെതിരെ കാഞ്ഞങ്ങാട് വൈകുന്നേരം 4 മണിക്ക് ബഹുജന സംഗമം സംഘടിപ്പിക്കും. വർഗീയ ശക്തികൾ കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബോധപൂർവം പരിശ്രമിക്കുന്നത് തടയാനാണ് സംഗമം. ഗാന്ധിഘാതകരും ഗാന്ധി ശിഷ്യന്മാരും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഒന്നിക്കുന്നതിനെതിരെ മതനിരപേക്ഷ മനസ്സുണർത്തി വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളും കൈകോർക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അത് വളരെ കൃത്യമായി നമ്മൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തെ കുറിച്ച് ഗാന്ധിയെ ഓർക്കാൻ നമ്മുടെ കേരളത്തിൽ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ബഹുജന സംഗമമാണ്. ആ രാഷ്ട്രീയ പ്രാധാന്യമെല്ലാം ഉൾക്കൊണ്ട് നമുക്ക് ഒരു ഉജ്ജ്വലമായ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ വർഗ ബഹുജന സംഘടനകൾ നടത്തിയ പരിപാടികളിൽ വെച്ച് ഏറ്റവും വർദ്ധിത ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു പരിപാടിയായി മാറ്റാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇത് സംഘാടക സമിതിക്ക് പിന്നെ വേറെ അധികം ആലോചിക്കാനൊന്നുമില്ല. മറ്റ് സമ്മേളനമോ വേറെ കലോത്സവ മാതിരിയുള്ള സംഘാടക സമിതിയല്ല. കാരണം ഇത് അതാത് സംഘടനാ കമ്മിറ്റികൾ വിചാരിക്കേണ്ടതാണ് ഈ ആളുകൾ തന്നെ. പിന്നെ അതിനൊരു കോർഡിനേഷൻ കൊടുക്കാനും ഇവിടുത്തെ സംഘാടനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘാടക സമിതി ഉപയോഗിക്കുന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ഉത്തരവാദിത്തം അത് ഇവിടെ വന്നിട്ടുള്ള അതാത് സംഘടനാ ഭാരവാഹികൾക്കാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ബേബി അധ്യക്ഷത വഹിച്ചു. TK ചന്ദ്രമ്മ, ഓമന രാമചന്ദ്രൻ, K പ്രണവ്, റഷിദ C പവിത്രൻ, പ്രവിശ പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി VV രമേശിനെ ചെയർമാനായും രജീഷ് വെള്ളാട്ടിനെ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.